like a Hellcat. ഹായ് ഗായ്സ്, ഇന്ന് നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊന്ന് സിറ്റിയിലോട്ട് പോകുന്നതാണ്. റൂമിൻ്റെ കുറച്ച് മേക്ക് ഓവറിൻ്റെ പരിപാടികളാണ്. അതും പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ദിസ് ഈസ് ഫൈനൽ ഷോപ്പിംഗ്. ഇത് ലാസ്റ്റ് ഷോപ്പിംഗ് ആണ്. ഇനി ഞാൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം പറയില്ല. ഓക്കെ, നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. Smile. Hi viewers, hi odu. Nice night. Welcome to my vlog എന്ന് പറ. Welcome to vlog. Hellcat. Faster. Coming like a Hellcat. ഗൈസ്, നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് എപ്പോഴും നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് വണ്ടിയിലാണ്. ഇന്നും വണ്ടിയിൽ തന്നെയാണ്. ഇതിനോടൊപ്പം ഉള്ളത് അജ്മൽ, ക്യാമറമാൻ അജ്മൽ ആണ്. അജ്മൽ, പ്രേക്ഷകരെ ഹായ് പറയൂ. അപ്പോ നമ്മളിന്ന് കുറച്ച് മേക്ക് ഓവർ, നാളെ നമ്മുടെ പരിപാടീസൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും നാളത്തെ വീഡിയോസൊക്കെ കാണണം. എന്തെങ്കിലും സജഷൻസ്, റിവ്യൂസ്, നിങ്ങളുടെ റിവ്യൂവും സജഷനൊക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളത് മാക്സിമം അതിന് ഇതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അജ്മൽ, ഇനി എന്തൊക്കെയാണോ മാറ്റം വരുത്തേണ്ടത് പറയൂ. അജ്മലിന് നാണമാവുന്നു ഗായ്സ്. അജ്മൽ ഇൻട്രോട്ടാണ്, കുറച്ച് ഷൈ ടൈപ്പാണ്. ഗായ്സ്, ഇതാണ് അഞ്ചേങ്ങ് കോട്ട. ഇതിനെക്കുറിച്ചൊരു ചരിത്രമുണ്ട്. ബ്രിട്ടീഷുകാർ കെട്ടിയ ഒരു കോട്ടയാണിത്. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമായ അഞ്ചുതെങ്ങിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 കെട്ടിയ ഒരു കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട എന്നറിയപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിനു വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണിത്. ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു ഫാക്ടറി പണിയാൻ 1684 അനുവാദം നൽകി. 1690 ഇവിടെ ഒരു കോടതി പണിയാനുള്ള അനുവാദവും ലഭിച്ചു. കോട്ട പണിതത് 1695 കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത് ഈ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനാണ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ തീരത്ത് ലഭിച്ച ആദ്യത്തെ സ്ഥിരം താവളമായിരുന്നു ഇത്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം മീൻപിടുത്തവും വ്യാപാരവുമായിരുന്നു. ഇപ്പോൾ ഈ കോട്ട ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. എന്നാലും ഈ കോട്ട കാണാൻ ഇപ്പോഴും ധാരാളം പേർ എത്തുന്നുണ്ട്. വൈകിട്ടാണ് കൂടുതൽ ആളുകളും വരുന്നത്. ഈ കോട്ടയ്ക്ക് അടുത്തായിട്ട് ഒരു ലൈറ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നു. ഗൈസ്, എനിക്ക് ഈ അറിവുകളെല്ലാം ലഭിച്ചത് ChatGPTയിൽ നിന്നാണ്. എനിക്ക് ലഭിച്ച ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രശസ്തമായ സ്ഥലമാണിത്. ഗൈസ്, ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ ഓട്ടോ നമുക്കിട്ട് പണിയാനാണ് വന്നതെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഓട്ടോയ്ക്ക് പണി കിട്ടിയതാണ്. കാരണം ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറേ നേരമായി ഈ ഓട്ടോ ഇങ്ങനെ സൈഡ് തരാതെ പോയി. ഇങ്ങനെ ഹോൺ അടിച്ചിട്ടും മാറിയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് ഈ ഓട്ടോ ഫ്രണ്ടിൽ കയറിയിട്ട് ഇങ്ങനെ സൈഡ് തരാതെ പോവുകയാണ്. പിന്നെയാണ് മനസ്സിലായത് ഈ ഓട്ടോ സ്റ്റോപ്പായി പോയി. അങ്ങനെ അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് റോഡിൻ്റെ സെൻറ്ററിൽ നിർത്തിയെന്നാണ്. അങ്ങനെ അവരെ തള്ളി മാറ്റുകയാണ് ചെയ്തത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോഴേ തന്നെ. Like a hell.
വണ്ടി അവിടെ നിന്ന് പോയതാണ്. നമ്മൾ വിചാരിച്ച് മലപ്പുറം കൊണ്ട് നിർത്തിയതാണത്. Coming like a Hellcat. മഴ കിട്ടിയിരിക്കുന്നു നമുക്ക്. നമുക്ക് ഇന്നത്തെ മഴ. അപ്പോൾ ഇന്നും നമുക്ക് മഴ കിട്ടി. നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. എന്താ വയനാഞ്ചിട്ടോ? വയനാഞ്ചിട്ടോ നോക്കട്ടെ. ദുനിയ നോക്കട്ടെ. ദുനിയ എന്റെ കഴിഞ്ഞിട്ടില്ല. നീ എന്റെ ഇവിടെ ഇടും. ഇപ്പൊ എത്ര കഴിഞ്ഞു? നീ ഇവിടേക്ക് ഇടും. പൊളിയാണ്. അപ്പൊ നമ്മൾ നാളത്തെ നമ്മുടെ മാരേജിന്റെ ഫംഗ്ഷൻ ആരംഭിക്കുന്നു അല്ലേ? നാളെ തുടങ്ങുന്നു. എന്തോ നോക്കട്ടെ. എന്തോ ഇട്ടത്? എവിടെ നോക്കട്ടെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നാളെ തൊട്ട് നമ്മുടെ മാരേജിന്റെ പരിപാടികൾ ആരംഭിക്കുന്നു. അപ്പോൾ നാളത്തെ വീഡിയോ ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ മാരേജിന്റെ വീഡിയോസുമായി നാളെ കാണാം. ഗുഡ് ബൈ.